ജീവിതത്തിൽ വഴിത്തിരിവായേക്കാവുന്ന ഒരു സുപ്രധാന ജ്യോതിഷമാറ്റം. ധനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും കാരകനായ വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കുംഭം രാശിയിലെ ചതയം നക്ഷത്രക്കാർക്ക് നൽകുന്നത് കേവലം ഒരു ഗ്രഹമാറ്റമല്ല, മറിച്ച് അനുകൂലമായ ഒട്ടനവധി മാറ്റങ്ങളുടെ ശുഭസൂചനയാണ്. ജലരാശിയായ കർക്കടകത്തിൽ ഗുരു അതിൻ്റെ പൂർണ്ണ ശക്തിയിൽ പ്രവേശിച്ചപ്പോൾ രാഹുവിന്റെ നക്ഷത്രമായ ചതയം നക്ഷത്രക്കാർക്ക് ഇത് കർമ്മരംഗത്ത് അപ്രതീക്ഷിത കുതിച്ചുചാട്ടങ്ങൾക്കും സാമ്പത്തികമായി വലിയ ഉന്നതിയിലേക്കും വഴിയൊരുക്കും. പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാനും ദീർഘകാല നിക്ഷേപങ്ങളിലൂടെ നേട്ടങ്ങൾ കൊയ്യാനും കുടുംബ ബന്ധത്തിൽ ഐക്യവും സ്നേഹവും നിലനിർത്താനും ഈ വ്യാഴമാറ്റം സഹായിക്കും. മാനസികമായ കരുത്തും ആത്മീയമായ വളർച്ചയും നേടുന്നതിനൊപ്പം പഠനത്തിലും ഗവേഷണത്തിലും വിദേശ യാത്രകളിലും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. 2025 ഒക്ടോബർ 18 സംഭവിച്ച ഈ സുവർണ കാലഘട്ടത്തെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നും ചതയം നക്ഷത്രക്കാർക്ക് ഇതെന്തെല്ലാം അനുകൂല ഫലങ്ങൾ നൽകുമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. ജ്യോതിഷത്തിൽ സകല ശുഭകാര്യങ്ങൾക്കും ധനത്തിനും ഭാഗ്യത്തിനും വിജ്ഞാനത്തിനും ആധാരമായ ഗ്രഹമാണ് വ്യാഴം. ഒരു രാശിയിൽ ഏകദേശം 1 വർഷത്തോളം സഞ്ചരിക്കുന്ന വ്യാഴം അതിന്റെ സ്ഥാനമാറ്റം വഴി ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു. വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് മാറിയത് കുംഭം രാശിയിൽ ഉൾപ്പെടുന്ന ചതയം നക്ഷത്രക്കാർക്ക് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ചന്ദ്രന്റെ സ്വക്ഷേത്രവും വ്യാഴത്തിന്റെ ഉച്ചരാശിയുമാണ് കർക്കടകം. വ്യാഴത്തിന്റെ ഈ ശക്തമായ സ്ഥാനം ചില അപ്രതീക്ഷിതവും എന്നാൽ ഗുണകരവുമായ മാറ്റങ്ങൾക്ക് കളമൊരുക്കും. ചിന്തയിലും പ്രവൃത്തിയിലും കൂടുതൽ വ്യക്തതയും ദൃഢതയും കൈവരിക്കാൻ ഈ വ്യാഴമാറ്റം സഹായിക്കും. ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത സ്ഥാനക്കയറ്റങ്ങൾക്കോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും പെട്ടെന്ന് അംഗീകരിക്കപ്പെടും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അവയിൽ വിജയം നേടുകയും ചെയ്യും. ചതയം നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായുള്ള നവീന ചിന്താഗതികൾക്ക് ഈ സമയം കൂടുതൽ ഊർജം ലഭിക്കും. പുതിയ ആശയങ്ങൾ തൊഴിൽ മേഖലയിൽ പ്രാവർത്തികമാക്കാനും അതിലൂടെ നേട്ടങ്ങൾ കൊയ്യാനും സാധിക്കും. സാങ്കേതിക മേഖലയിലും ഗവേഷണ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് മികച്ച മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് നടത്തുന്നവർക്ക് ദൂരവ്യാപക വളർച്ച പ്രതീക്ഷിക്കാം. പുതിയ പ്രോജക്റ്റുകൾ, വിദേശ ബന്ധങ്ങളിലൂടെയുള്ള വ്യാപാരം, നൂതന ഉൽപ്പന്നങ്ങൾ എന്നിവയിലൂടെ ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കും. മത്സരങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ് വർദ്ധിക്കും. സാമൂഹികവും തൊഴിൽപരവുമായ തലങ്ങളിൽ നിങ്ങളുടെ കഴിവുകൾക്കും അറിവിനും അംഗീകാരം ലഭിക്കും. ചിലപ്പോൾ അക്കാദമിക് രംഗത്തോ സാമൂഹിക പ്രവർത്തനങ്ങളിലോ നേതൃസ്ഥാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അനുകൂലമാണ്. പുതിയ വിദേശ പ്രോജക്റ്റുകളിലോ അവസരങ്ങളിലോ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം. ശമ്പളം, ബോണസ് അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നുള്ള ലാഭം എന്നിവയിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാനും സാധ്യതയുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് അനുയോജ്യമായ സമയമാണ്. ഭൂമി, സ്വർണം, ഓഹരികൾ എന്നിവയിൽ നിക്ഷേപിക്കുന്നത് ഭാവിയിൽ വലിയ നേട്ടങ്ങൾ നൽകും. സാമ്പത്തിക ആസൂത്രണങ്ങളിൽ കൂടുതൽ വ്യക്തതയും ദീർഘവീക്ഷണവും ഉണ്ടാവും. നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാനോ പൂർണ്ണമായി വീട്ടാനോ സാധിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിക്കും. പുതിയ വീട്, വാഹനം, വസ്തുവകകൾ എന്നിവ വാങ്ങാൻ സാധ്യതയുണ്ട്. പാരമ്പര്യ സ്വത്തുക്കൾ ലഭിക്കാനും അതിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും സാധ്യതയുണ്ട്. വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കി ഭാവിയിലേക്കായി സമ്പാദിക്കാൻ ശ്രദ്ധിക്കുക. ചതയം നക്ഷത്രക്കാരുടെ വ്യക്തിബന്ധങ്ങളെയും സാമൂഹിക ഇടപെടലുകളെയും ഈ വ്യാഴമാറ്റം കൂടുതൽ ഊഷ്മളമാക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയുകയും പരസ്പര പിന്തുണ വർദ്ധിക്കുകയും ചെയ്യും. വിവാഹിതരായവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും വിവാഹിതരാകാനും ഈ സമയം അനുകൂലമാണ്. സാമൂഹിക തലത്തിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. പൊതുപ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും സജീവമാകാൻ സാധിക്കും. ദീർഘകാലമായി നിലനിന്നിരുന്ന ചില തർക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഈ സമയം പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും. ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ശരീരത്തിന് ഊർജ്ജസ്വലതയും പ്രതിരോധശേഷിയും വർദ്ധിക്കും. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ പ്രചോദനം ലഭിക്കും. മനസ്സിൽ സമാധാനവും സന്തോഷവും നിറയും. മാനസിക പിരിമുറുക്കങ്ങളും ഉത്കണ്ഠകളും കുറയും. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ മാനസികമായ കരുത്ത് ലഭിക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. ധ്യാനം, യോഗ, പ്രാർത്ഥന, തീർത്ഥാടനങ്ങൾ എന്നിവയിലൂടെ ആത്മീയ വളർച്ച നേടാൻ സാധിക്കും. ധാർമ്മികമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഏത് കാര്യത്തിലും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത് ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. ഉയർന്ന മാർക്കുകൾ നേടാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാവും.
വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. പഠനത്തിനോ ജോലിക്കോ വിനോദത്തിനോ വേണ്ടിയുള്ള യാത്രകൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. യാത്രകളിലൂടെ പുതിയ അറിവുകളും അനുഭവങ്ങളും നേടും. പുതിയ അറിവുകൾ നേടുന്നതിനും കഴിവുകൾ വികസിപ്പിക്കുന്നതിനും ഈ സമയം അനുകൂലമാണ്. പുസ്തക വായനയിലും പഠനത്തിലും താല്പര്യം വർദ്ധിക്കും. വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നത് ശുഭകരമാണെങ്കിലും അതിന്റെ ഗുണഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കാനായി ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സാമ്പത്തികമായോ മറ്റു കാര്യങ്ങളിലോ പെട്ടെന്ന് ലാഭം വാഗ്ദാനം ചെയ്യുന്ന പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ധാർമ്മികമായ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക. അരുതാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ചിട്ടയായ ജീവിതശൈലി പാലിക്കുക. കൃത്യമായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണവും ഉറപ്പാക്കുക. വ്യാഴപ്രീതിക്കായി ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ആദരിക്കുക. അവരുടെ അനുഗ്രഹം തേടുക. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. വ്യാഴത്തിന്റെ പൂർണ്ണമായ അനുഗ്രഹങ്ങൾ നേടുന്നതിനും ഒരുപക്ഷെ ഉണ്ടാകാനിടയുള്ള ചെറിയ പ്രതികൂല ബലങ്ങളെ അതിജീവിക്കുന്നതിനും ചില പ്രത്യേക ദോഷപരിഹാരങ്ങളും വ്യാഴപ്രീതി കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് വളരെ പ്രയോജനകരമാണ്. വ്യാഴത്തിന്റെ ഇഷ്ടദേവത ഭഗവാൻ മഹാവിഷ്ണുവാണ്. വ്യാഴാഴ്ചകളിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിലോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളോ സന്ദർശിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. രാവിലെ കുളിച്ച് ശുദ്ധിയോടെ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ധ്യാനിക്കുന്നത് മനസ്സിൽ ശാന്തത നൽകുകയും വ്യാഴപ്രീതി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ക്ഷേത്രങ്ങളിൽ വിഷ്ണു ഭഗവാന് മുന്നിൽ നെയ്വിളക്ക് കൊളുത്തുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും വളരെ നല്ല ബലം ചെയ്യും. ഇത് ദാരിദ്ര്യം അകറ്റി ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. ഭഗവാന് തുളസി അർച്ചന നടത്തുന്നത് അല്ലെങ്കിൽ തുളസിമാല സമർപ്പിക്കുന്നത് അതീവ പുണ്യകരമാണ്. ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയോടെ വ്യാഴത്തിന്റെ മൂലമന്ത്രങ്ങളോ ഗായത്രി മന്ത്രമോ ജപിക്കുന്നത് വളരെ ഫലപ്രദം. മന്ത്രജപം ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും വ്യാഴത്തിന്റെ പോസിറ്റീവ് ഊർജ്ജത്തെ നമ്മളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വ്യാഴപ്രീതിക്ക് വളരെ ഉത്തമമാണ്. ഇത് സർവ്വദോഷങ്ങളെയും അകറ്റി സൗഭാഗ്യം കൊണ്ടുവരും. വ്യാഴപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ കാര്യങ്ങളിലൊന്നാണ് വ്യാഴാഴ്ചകളിൽ അന്നദാനം നടത്തുന്നത്. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നത് വലിയ പുണ്യമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കും വൃദ്ധർക്കും ഭക്ഷണം നൽകുന്നത് വളരെ നല്ല ഫലം നൽകും. വ്യാഴം വിജ്ഞാനത്തിന്റെ കാരകനാണ്. അതിനാൽ പഠന ചെലവുകൾക്ക് ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് പഠന സാമഗ്രികൾ നൽകുക അല്ലെങ്കിൽ വിദ്യാലയങ്ങൾക്ക് സംഭാവന നൽകുക എന്നിവ വളരെ നല്ല ഫലങ്ങൾ നൽകും. രോഗികളെ സഹായിക്കുന്നതും വൃദ്ധസദനങ്ങളിൽ സേവനം ചെയ്യുന്നതും വ്യാഴത്തിന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും. വ്യാഴത്തിന്റെ ഇഷ്ടനിറം മഞ്ഞയാണ്. അതിനാൽ വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. വീട്ടിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉപയോഗിക്കുക. സ്വന്തം ഗുരുക്കന്മാരെയും മാതാപിതാക്കൾ, മുതിർന്നവർ എന്നിവരെ ആദരിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുക. ഇത് വ്യാഴപ്രീതിക്ക് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. അവരെ ബഹുമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് വ്യാഴത്തിന്റെ നല്ല ഊർജ്ജത്തെ നമ്മളിലേക്ക് ആകർഷിക്കും. ജീവിതത്തിൽ സത്യസന്ധതയും ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുക. അസത്യം പറയുന്നതും അരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും വ്യാഴത്തിന്റെ പ്രതികൂല ഫലങ്ങളെ ക്ഷണിച്ചു വരുത്തും. വ്യാഴത്തിന്റെ സ്വാധീനം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെങ്കിലും അമിത അഹങ്കാരം ഒഴിവാക്കി ക്ഷമയും വിനയവും കാത്തു സൂക്ഷിക്കുക. 5 മുഖ രുദ്രാക്ഷം ധരിക്കുന്നത് വ്യാഴദോഷ പരിഹാരത്തിന് നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ജ്യോതിഷിയുടെ ഉപദേശത്തോടെ ചെയ്യുന്നത് നല്ലതാണ്. പുഷ്യരാഗം വ്യാഴത്തിന്റെ രത്നമാണ്. ഇതൊരു യോഗ്യനായ ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ധരിക്കുന്നത് വ്യാഴത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആരോഗ്യകരമായ ജീവിതശൈലി വ്യാഴത്തിന്റെ അനുഗ്രഹങ്ങളെ നിലനിർത്താൻ സഹായിക്കും. ചിട്ടയായ വ്യായാമം, നല്ല ഭക്ഷണം, ആവശ്യത്തിന് വിശ്രമം എന്നിവ ഉറപ്പാക്കുക. മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ധ്യാനം, യോഗ എന്നിവ ശീലമാക്കുക. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിൽ ശാന്തത നൽകും. സന്തോഷത്തോടെയും പോസിറ്റീവ് ചിന്തകളോടെയും ഓരോ ദിവസത്തെയും സമീപിക്കുക. 2025 ഒക്ടോബർ 18 വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് മാറിയത് ചതയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഐശ്വര്യവും വിജയവും കൊണ്ടുവരുന്ന ഒരു സുവർണ കാലഘട്ടമാണ്. ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളും അവസരങ്ങളും നൽകും. ഈ അനുകൂല ഊർജ്ജത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനും ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.